ഹലോ എവരിവൺ, എല്ലാവർക്കും യുബോർട്സ് ദി അൾട്ടിമേറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡൽഹി പോലീസിന്റെ എക്സിക്യൂട്ടീവ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള വേക്കൻസികളെ കുറിച്ചാണ്. അതായത് നമുക്ക് ഡൽഹി പോലീസിന് ഏകദേശം 7000 മേലെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് മക്കളെ. ഓൾ ഇന്ത്യ ലെവലിലുള്ള കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡൽഹി പോലീസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു ജസ്റ്റ് കേരള പോലീസ് പോലൊരു സംഭവം അല്ല. ഇത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഡൽഹി സ്റ്റേറ്റിന്റെ കീഴിലല്ല ഇവരുടെ പരമാധികാരം വരുന്നത്, അത് ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേന്ദ്ര സേനയാണ് കേട്ടോ. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/10/2025. ദാറ്റ് മീൻസ് ഒക്ടോബർ 21 മുമ്പായിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യും വേണം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം. അതേപോലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മര്യാദയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ആവാൻ എക്സാമേ ഉള്ളൂ. SSC GD ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്കുണ്ടെങ്കിൽ സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. റീസണിംഗ് നമ്പർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ എൻറ്റയർ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫസ്റ്റേ പറയാം, ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും ആൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പലതും. ഇതൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. കാരണം സിലബസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടെയൊക്കെയാണ് നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫർദർ വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ SSC GDന്റെ കാര്യം പറയാം. അപ്പോൾ SSC GDന്റെ ഓൺഗോയിങ് ബാച്ചുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, താഴെ കാണുന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങളെ പാസ്സാക്കുന്നതിനുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. വീണ്ടും പറയാം, ആദ്യം നമ്മൾ ചെയ്യേണ്ടതാ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം നോക്കണം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ഈ എക്സാം നടത്തുന്നത്. അഥവാ SSCയുടെ കീഴിൽ തന്നെയാണ് എക്സാം നടക്കുന്നത്. SSCയുടെ വെൻഡേഴ്സ് ചേഞ്ച് ആയത് ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഈ വർഷം എക്സാംസിൽ കുറച്ച് പാറ്റേൺസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മക്കളെ. അതേപോലെ തന്നെ delhipolice.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. മൊത്തം 7565 പോസ്റ്റുകളാണ് ഉള്ളത് മക്കളെ. ഡൽഹി പോലീസ് ആണ് പവർഫുൾ ഫോഴ്സുകളിൽ ഒന്നാണ്. അതായത് കേന്ദ്ര സേനകളുടെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡൽഹി പോലീസ് എന്ന് പറയുന്നത്. അവിടെ ഇന്ത്യക്കകത്തുള്ള നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ മറ്റേ പവറും കാര്യങ്ങളൊക്കെ നിലനിർത്തി അവിടെ ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതൊക്കെയാണ് ആരുടെ പണി, ഡൽഹി പോലീസിന്റെ പണിയുള്ളത്. മാക്സിമം എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതാം. പേ സ്കെയിൽ 3-4 ലെവലിലാണ് ഇതിൽ വരുന്നത്. അതായത് 85 ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി. അപ്പോൾ പേ സ്കെയിൽ 4 വരെ ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പോകാവുന്നതാണ് കേട്ടോ. ഒരു 85,500 വരെ നിങ്ങളുടെ സാലറി ഈ ഒരു പോസ്റ്റിൽ തന്നെ ഇൻക്രീസ് ആവാം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നോക്കുക. 22 സെപ്റ്റംബറാണ് അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തത്. 22 തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 21 ഒക്ടോബറിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് വരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഡോക്യുമെന്റ്സ് കുറച്ച് വേണം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 22 ഒക്ടോബർ, പിറ്റേ ദിവസം കൂടി ഫീസ് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഇല്ല, നമ്മൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റിലേക്ക് വെക്കുന്ന പരിപാടിയേ ഇല്ല. പിന്നെ കറക്ഷൻ ഡേറ്റ് വരുന്നത് 29 to 31 ഒക്ടോബർ വരെയാണ് കറക്ഷൻ ഡേറ്റ് വരുന്നത്. ആൻഡ് എക്സാം ഡേറ്റ് നോക്കണം, ഡിസംബർ 2025 അല്ലെങ്കിൽ ജനുവരി 2026 ടൈം പീരീഡിലാണ് എന്ത് വരാൻ പോണത്, എക്സാം വരാൻ പോണത്. നമുക്കൊരു 120 ദിവസത്തിന് മുകളിലുണ്ട്. ഈ 120 ദിവസം കൊണ്ട് സുഖമായിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു തീരാം. 2-3 വട്ടം റിവിഷനും ചെയ്യാൻ പറ്റും. ആൻഡ് മറ്റൊരു കാര്യം ഞാൻ പറയാം മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. വെറുതെ അവിടെ ഇവിടെയും പോയിട്ട്, ഓഫ്ലൈനിലൊക്കെ കോച്ചിങ് നല്ല സ്ഥാപനങ്ങൾ വളരെ കുറവാണ്, അതേപോലെ തന്നെ ഓൺലൈനിലും. അപ്പൊ നിങ്ങൾ വെറുതെ അവിടെ ഇവിടെയും പോയിട്ട് നമ്മളെടുത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അല്ല പറയുന്നത്, മൊത്തത്തിൽ പറഞ്ഞതാണ്. അവിടെ ഇവിടെയും പോയിട്ട് അഡ്മിഷൻ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഓൺലൈനിൽ തരുന്ന ടീമിന്റെ അടുത്ത് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇവിടെ കൂടുതൽ നിങ്ങൾ പ്രീവൈക്യൂ ഡിസ്കസ് ചെയ്യണം. അതും ഞാൻ 1-2 ചാനൽസിൽ തന്നെ പല ആൾക്കാരും ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്ന കണ്ടു. പഠിക്കുന്ന പിള്ളേര് വരെ ക്ലാസ് കൊടുക്കുന്ന കണ്ടു. വളരെ ചെറിയ എമൗണ്ട് ആണ്, നിങ്ങൾ പോയി ചെയ്ത് നോക്കിക്കോ. ബട്ട് അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഞാൻ വീണ്ടും പറയാണ്, അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. വളരെ ഇറവലന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് പല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ച ഷുവർ ആയിട്ട് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ കണ്ടാണ് ഒരു പയ്യൻ കൊടുക്കുന്നത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഒക്കെ അവരത് അടിപൊളിയാണെങ്കിൽ പോലും എക്സാം പഠിപ്പിക്കാൻ വേണ്ടി ഈ ഒരു PPT ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ തന്നെ 3 hour കൊടുത്തു. അപ്പൊ അതിന്റെ ക്ലാസ് ഉണ്ടാക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആലോചിച്ചു. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്,
നല്ല ടൈം എടുക്കും. ഒരു ക്ലാസ് തന്നെ ഡിസൈൻ ചെയ്ത് അതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള PYQ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ പണിയെടുക്കുന്നത് 8 പേരിൽ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 1-2 പേർക്ക് ഇത് എന്തായാലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം അനലൈസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. 100 രൂപ ആയിരിക്കും ചിലപ്പോൾ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നില്ലേ മാത്രം നോക്കിയിട്ട്. ആൻഡ് PYQസും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് നിങ്ങൾ നമ്മളിൽ തന്നെ അഡ്മിഷൻ എടുക്കും, നമ്മളിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് കുറച്ചും കൂടി ക്വാളിറ്റി ഇല്ലേ, അവിടെയും ചവറ് പോലെ കുറേ കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ക്വാളിറ്റി അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ വാരി വലിച്ച് പഠിച്ചാൽ ഒരു എക്സാം പാസ്സാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ടിപ്പും ട്രിക്കും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ PSC ഒരു എക്സാം പാസ്സായ ആൾക്കാർക്ക് കുറേ എക്സാംസ് കിട്ടുന്നത്. അതേപോലെ ഡൽഹി പോലീസിന്റെ ഒക്കെ പാസ്സായ സാറാണ് നിങ്ങൾക്ക് റീസണിങ് എടുക്കാൻ വരുന്നത്. ഷീത് സാർ എന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് പാസ്സായ സാറാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ റീസൺ ജിബിൻ സാറാണെങ്കിൽ ശരി 8-9 എക്സാംസ് പാസ്സായതാണ്. ഓക്കെ, ഇങ്ങനെ ഓരോരുത്തരും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സാറന്മാർ എന്താണ് പാസ്സായിട്ട് വരുന്ന സാറന്മാരാണെന്ന് ഓർക്കണം. അല്ലാതെ അതും എക്സാംസ് പാസ്സായി ലാസ്റ്റ് സ്റ്റേജ് വരെ പോയിട്ട് ഇനി ടീച്ചിങ് മതി എന്ന് പറഞ്ഞ സാറന്മാരാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോവാം. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. അത് OBC ജനറൽ കാറ്റഗറി EWS മാത്രമാണ് 100 രൂപ വരുന്നത്. SC ST PWക്ക് എന്തില്ല, നോട്ടിഫിക്കേഷൻ അതായത് പേയ്മെന്റ് ചാർജുകളൊന്നും ഇല്ല കേട്ടോ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് വഴിയൊക്കെ അത് ചെയ്യാവുന്നതാണ്. ഈ അടുത്ത് വന്നതിൽ ലെവൽ 4ലേക്ക് ഇത് കൺവേർട്ട് ആയിട്ടുണ്ട്. അത് ഗ്രൂപ്പ് C ലെവലിലേക്ക് 25,500 മുതൽ 81,100 വരെ അപ്പം എന്ത് ചെയ്യും, സാലറി കിട്ടുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ മക്കളെ. അപ്പോൾ ഏജ് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രമിക്കുക. 2798 മുതൽ 17/2007 വരെ നിങ്ങൾ ജനിച്ച ആൾക്കാർക്ക്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു 10-27 വയസ്സുള്ള ആൾക്കാരോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഈ 25-26 വയസ്സായിട്ട് PSCക്ക് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ, കേരള പോലീസിന് നോക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ കളം മാറ്റി ചവിട്ടാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് ഇന്ന് തന്നെ എന്തോ ചെയ്യണം, ഇതിന് അപ്ലൈ ചെയ്തിട്ട് ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങിക്കോണം. കാരണം എന്താ, OBC ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ആണ് കേട്ടോ. ഇനി OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ആണ്. SC ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ആണ്. ഞാൻ വീണ്ടും പറയാണ്, PSCക്ക് നിങ്ങൾ 5 വർഷം ഇരുന്ന് പഠിക്കുന്നത് 1 വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് SSCക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ വിഡോസ്, ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് വുമൻസ്, പിന്നെ റീമാരേജ് ചെയ്യാത്ത ആൾക്കാർക്ക് 35 വയസ്സ് വരെ ചെയ്യാം. പിന്നെ സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ 5 വർഷം. അപ്പൊ SC STക്ക് സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ 10 വർഷം എന്തുണ്ടാവും, ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്ന ചുരുക്കം. ഓക്കെ, പിന്നെ ഡിപ്പാർട്ട്മെന്റിലാണ്, അത് ഞാൻ പറയുന്നില്ല, ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർക്ക് ഓൾറെഡി അറിയുന്ന കേസുകളാണ്. പിന്നെ എക്സ് സർവീസ്മാൻ, നിങ്ങൾ ആക്ച്വലി ഏജിന് വെള്ളം സർവീസിന് ആംഡ് ഫോഴ്സസിന്റെ ഒരു 3 വർഷം കൂടി എന്ത് ചെയ്യും, റിലാക്സേഷൻ കിട്ടും കേട്ടോ. ഇനി എലിജിബിലിറ്റി ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. മൊത്തം ഈ എക്സിക്യൂട്ടീവ് കോൺസ്റ്റബിൾ ലെവലിൽ വന്നിരിക്കുന്ന മെയിൽ വേക്കൻസികൾ അൺറിസർവ്ഡ് 1914 വേക്കൻസികളാണുള്ളത്. ഓക്കെ, അതേപോലെ EWSന് 456 വേക്കൻസിയാണുള്ളത്. OBCക്ക് 967 വേക്കൻസി, SCക്ക് 729, STക്ക് 342, ടോട്ടൽ 4408 വേക്കൻസികളാണ് ഉള്ളത്. ഇതാണ് നമുക്കുള്ള വേക്കൻസി. 4408 വേക്കൻസി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വേക്കൻസിയാണ് മക്കളെ. ഇവിടെ PSC 10-15 വേക്കൻസികൾക്കാണ് എഴുതുന്നതെന്ന് ഓർക്കണം. അത് 1-4-5 ലക്ഷം പേര് ആൾക്കാർ. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മര്യാദയ്ക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ 10% മാത്രമേ ഉള്ളൂ മക്കളെ. ബാക്കിയൊക്കെ വെറുതെ പോയിട്ട് എഴുതണം. നിങ്ങൾ ആ 10% ഉള്ളിലേക്ക് എത്തി അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ കോൺസ്റ്റബിൾ മെയിൽ എക്സ് സർവീസ്മാൻ വരുന്നത് 255 വേക്കൻസികളാണ്. അതേപോലെ മെയിൽ കോൺസ്റ്റബിൾ എക്സ് സർവീസ്മാൻ കമാൻഡോ വേക്കൻസികളുണ്ട് 376 തന്നെ. ഫീമെയിൽസ് കോൺസ്റ്റബിൾ ഫീമെയിൽസിന് 2496 വേക്കൻസിയാണുള്ളത്. അങ്ങനെ മൊത്തം 7565 വേക്കൻസികളുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. എന്തായാലും ഒരു മാറ്റം ഇല്ല, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ചെയ്യുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10+2 പാസ്സായിട്ടുണ്ടാവണം വിത്ത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സയൻസും മാത്സും പഠിച്ചിട്ട് 10+2 പാസ്സാവണം. അല്ലെങ്കിൽ NTC ഇൻ മെക്കാനിക്കൽ ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാവണം, സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. മെയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് പോസ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. മെയിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടാവണം കേട്ടോ. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടാവണം. അതും ലേണേഴ്സ് പറ്റില്ല, നിങ്ങൾക്ക് ലൈസൻസ് തന്നെ ഉണ്ടാവണം കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വേർഡ് പ്രോസസിംഗ്, 1000 കീ ഡിപ്രഷൻസ് ഇൻ 50 മിനിറ്റ്സ്, ബേസിക് കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് PC, പ്രിന്റിംഗ് MS ഓഫീസ്, സേവിംഗ്, മോഡിഫൈങ് ടെക്സ്റ്റ് എക്സെട്ര. അതേപോലെ തന്നെ പാരഗ്രാഫ് സെറ്റിംഗ് ഉണ്ടാവും. ഓക്കെ,
നമ്പറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരാഴ്ച എവിടെയെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ സെറ്റ് ആക്കാവുന്ന കേസുകളോ, അല്ലെങ്കിൽ നിങ്ങളെ ലാപ്ടോപ്പ് ഒന്ന് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്തു നോക്കാം. ഇനി അതും അല്ലെങ്കിൽ മൊബൈലിൽ ഗൂഗിൾ ഷീറ്റ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കി ഇതാക്കാവുന്നേ ഉള്ളൂ. ആ കമ്പ്യൂട്ടർ കീബോർഡൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഇഷ്ടം പോലെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അഡീഷണൽ നോട്ട്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ UGCയുടെ കീഴിൽ വരുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇഗ്നോന്റെ കീഴിലുള്ള ബിടെക് ഓർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അതൊക്കെ വാലിഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 5% എന്തുണ്ടാവും, മാക്സിമം മാർക്ക് എക്സാമിനേഷൻ മൊത്തം മാർക്ക് കിട്ടുന്നതാണ്. ഇനി B ഉണ്ടെങ്കിൽ 3%, അതേപോലെ തന്നെ A ഉണ്ടെങ്കിൽ 2% വെച്ച് കിട്ടുന്നതാണ് കേട്ടോ. മൊത്തം കഴിഞ്ഞ് ലാസ്റ്റേ കിട്ടത്തുള്ളൂ എന്ന് മാത്രം. ഇനി അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. MySSC എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഉണ്ട്. ഐ പ്രിഫർ MySSC ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ. രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടാവും, ഒരു OTR വരും. അപ്പോൾ എന്ത് ചെയ്യാം, അതായത് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, SSCയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവസാന നിമിഷത്തിലേക്ക് നിൽക്കരുത്. പെട്ടെന്ന് തന്നെ SSCയിൽ ആധാർ കാർഡൊക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ 1 ടൈം രജിസ്ട്രേഷൻ വരുന്നത് ന്യൂ SSC വെബ്സൈറ്റിൽ കയറുക. അതായത് ആദ്യം OTR ആണ്. 1 ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കാണ്, മറ്റവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി OTR ഓൺ ഓൾഡ് സൈറ്റ് ncc.nic. is not valid. പഴയ OTR സൈറ്റ് ssc.nic. അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ OTR എന്താണ്, ഇനി വരുന്ന എല്ലാ ഫ്യൂച്ചർ എക്സാംസിലും വാലിഡ് ആയിരിക്കും എന്ന് പറയുന്നത്. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ആയിരിക്കും. അതായത് നിങ്ങൾ ആധാറും കാര്യങ്ങളും വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. അവിടെ റിയൽ ടൈം ക്യാപ്ചർ എടുക്കാനുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്യാപ്പും മാസ്കും ഒന്നും ഇടാതെ ക്ലിയർ ആയിട്ടുള്ള ബ്ലർ ഒന്നാമത്തെ ഫോട്ടോ വൃത്തിക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. സിഗ്നേച്ചർ അവിടെ അപ്ലോഡ് ചെയ്യണം. 10 മുതൽ 20 KB, അതായത് 6 സെന്റിമീറ്റർ വിഡ്ത്തും 2 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന, അതായത് വിഡ്ത്ത് 2 സെന്റിമീറ്റർ, ലെങ്ത് എത്രയാ, ഒരു 6 സെന്റിമീറ്റർ വരുന്ന നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ബ്ലർ ഒന്നും ആവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് എല്ലാം നോക്കി പ്രിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. അവിടെ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഇതാക്കിയിട്ടുണ്ടാവണം, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ആധാറിലെ പേരിൽ തെറ്റുണ്ടോ, SLC ബുക്കിന്റെ പേരിൽ തെറ്റുണ്ടോ, അവിടെ എന്തെങ്കിലും കൊടുത്ത ഡീറ്റെയിൽസ് ആധാർ SLC ബുക്കും പോലെ അല്ലേ എന്നൊക്കെ നോക്കിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം. എക്സാമിനേഷൻ സെന്റേഴ്സ് കേരള, കർണാടക ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ കുറേ ഉണ്ട്, സെൻട്രൽ റീജിയൻ ഉണ്ട്, ബീഹാർ, ഉത്തർപ്രദേശ്. നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് മെയിൻലി കേരള, കർണാടക റീജിയൻ നോക്കാം. ലക്ഷദ്വീപ്, കർണാടക, കേരളത്തിലുള്ള ആൾക്കാർക്കാണ്. ബാംഗ്ലൂർ ഉണ്ട്, മൈസൂർ ഉണ്ട്, മംഗളൂർ ഉണ്ട്, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഓക്കെ, ഈ 3 ഏരിയയും അത്യാവശ്യം കുഴപ്പമില്ല. അതാണ് കോഴിക്കോട്, മലബാർ റീജിയനിലുള്ള മൊത്തം ആൾക്കാർക്ക് വരാവുന്നതാണ്. പിന്നെ എറണാകുളം ഉണ്ട്, അതേപോലെ തിരുവനന്തപുരം ഉണ്ട്. ഈ 3 സെന്റേഴ്സിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോണത്, കേരളത്തിൽ എക്സാം അടക്കാൻ പോണേ. ഇനി ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ സെന്റർ ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് നോക്കണമെന്നില്ലല്ലോ. സദേൺ റീജിയനിൽ തമിഴ്നാട്ടിൽ ചെന്നൈ, മധുരൈ, കോയമ്പത്തൂർ ഉണ്ട്. കോയമ്പത്തൂർ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഏരിയ ആണ്. അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും 3 സെന്റർ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം 3 സെന്റർ ചൂസ് ചെയ്താൽ പിന്നെ കറക്ഷൻ ടൈമിലും ഈ ഓപ്റ്റ് ചെയ്ത എക്സാം സെന്റേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കേരളത്തിൽ നമുക്ക് എന്തുണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഈ 3 സെന്ററിൽ ഏതെങ്കിലും നിങ്ങൾ മാക്സിമം ഓപ്റ്റ് ചെയ്യുക. കറങ്ങാന്ന് വിചാരിച്ച് പോകണ്ട, നല്ല പൈസ ചിലവായിരിക്കും. എക്സാമിന് പോയിട്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തതും നിങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ നടക്കുന്നത് ബാംഗ്ലൂരോ ഡൽഹിയിലൊക്കെ വെച്ചിട്ടാവും. അപ്പൊ അവിടെ വരെ നിങ്ങൾക്ക് എന്തായാലും പോകണം അല്ലേ. അപ്പൊ ഇതെന്തായാലും പോകരുത് കേട്ടോ. ഇത് മാക്സിമം ഇവിടെ 3 സെന്റേഴ്സിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി 4 ടെസ്റ്റുകൾ ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും 100 മാർക്കിന്റെ. അതേപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടാവും, ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അതേപോലെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, ക്വാളിഫയിങ് ആണ്. ഓക്കെ, അതേപോലെ കമ്പ്യൂട്ടർ ആൻഡ് ഇംഗ്ലീഷ് വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടാവും, അതും ക്വാളിഫയിങ് ആണ്. ഇംഗ്ലീഷ് വേർഡ് പ്രോസസ്സിംഗ് ആണ് 1000 കീ ഡിപ്രഷൻസ് ഇൻ 50 മിനിറ്റ് ആണ്. കുറച്ച് പണിയുണ്ട്, പെട്ടെന്ന് തന്നെ ടൈപ്പിംഗ് ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ MS ഓഫീസ്, അതേപോലെ PC ഓപ്പറേഷൻസ്, സേവിങ്, മോഡിഫൈങ് ടെക്സ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്, 90 മിനിറ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് 1.5 മണിക്കൂർ ഉണ്ടാവും. ഇനി 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ലെവൽ 12th ലെവലായിരിക്കും എക്സാംസ് മിക്കവാറും നടക്കുക. മേടിക്കേണ്ട അത്രയും ഹാർഡ് ലെവലൊന്നുമല്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഇതിൽ തന്നെയാണ് നടക്കുക.
ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായിരിക്കും പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ നോളജിന് 50 മാർക്കിനാണ് ഉണ്ടാവുക, 50 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി റീസണിംഗ് 25 ചോദ്യങ്ങൾ 25 മാർക്കിന്. ജനറൽ നോളജ് കം കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മളെ ചാനലിൽ നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ കയറി ചെക്ക് ചെയ്തോളാം. ദിവസം ഒരു 2 പേജിന്റെ കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നത്. അതുപോലും വായിക്കാറില്ലെങ്കിൽ നീ ഒന്നും പാസ്സാവാൻ പോകുന്നില്ല. അത്രയ്ക്കും മടിയുള്ളവന്മാരൊന്നും പാസ്സായ ചരിത്രമല്ല. ഒരു എക്സാം പാസ്സാവണമെങ്കിൽ ആദ്യം മാറ്റി വെക്കേണ്ട മടിയാണ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, MS അങ്ങനെ എല്ലാം കൂടി വരുന്നത് ഏകദേശം 10 മാർക്കോളാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതിന്റെ എല്ലാം ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞുതരാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല കേട്ടോ. ഇനി അടുത്ത് നോക്കടാ, ഇൻഡിക്കേറ്റീവ് സിലബസ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ സിലബസ് ആണ് പറയുന്നത്. ജനറൽ അവയർനെസ്. ഇവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് നിങ്ങൾ കണ്ടന്റുകൾ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുഴുവൻ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളുണ്ട്. ബയോളജിയിൽ നിന്നൊക്കെ ഒരു 450 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ അതിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിലെന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വിൽ ടെസ്റ്റ് ജനറൽ അവയർനെസ് ഓഫ് സറൗണ്ടിങ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു സൊസൈറ്റി. ഓക്കെ, അതായത് ഈ അടുത്ത് നടന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. നോളജ് ഓഫ് കറണ്ട് ഇവന്റ്സ് ആൻഡ് എവരിഡേ എക്സ്പീരിയൻസ് ഇൻ സയന്റിഫിക് ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ്. അതുപോലെ തന്നെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ഇന്ത്യ ആൻഡ് നെയ്ബറിംഗ് കൺട്രീസ്, ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ചുകൾ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണ്ട, നോ സ്പെഷ്യൽ സ്റ്റഡി ഓഫ് എനി ഡിസിപ്ലിൻ റിക്വയർഡ്. അതായത് ഭയങ്കരമായിട്ട് ഡെപ്തിൽ നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. സ്ട്രാറ്റജിക്കും അതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്ന കുറെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മാത്രം മതി. ഇനി ജനറൽ സയൻസ് ആണെങ്കിൽ ഫിസിക്സിൽ തെർമോഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോസ്, ഗ്രാവിറ്റി, മോഷൻ, പ്രഷർ, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, സൗണ്ട്, ഇലക്ട്രോണിക്, ഓംസ് ലോ, അതേപോലെ ഫൈബർ ഒപ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ എവരിഡേ കെമിക്കൽസ്, കാറ്റലിസ്റ്റ്, റിയാക്ഷൻസ്, ആസിഡ്, സൾഫ്യൂരിക് എലമെന്റ്സ് ആൻഡ് സിമ്പിൾസ്, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് അവിടെ കെമിസ്ട്രിയിലും ഇതിലും പഠിക്കാനുള്ളത്. ആൻഡ് ബയോളജിയിൽ മെയിൻലി ഡിസീസസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റംസ്, റേഷ്യോ പ്രപ്പോർഷൻ, പെർസെൻറ്റേജസ് ആൻഡ് ആവറേജസ്, അതേപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ഡിസ്റ്റൻസ് വർക്ക്, അൽജിബ്ര, അതേപോലെ തന്നെ ഇക്വേഷൻ, സേർഡ്സ്, ഇൻഡിസസ്, ഗ്രാഫ്, അതേപോലെ ജോമെട്രി, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രിന്റെ കുറച്ച് ബേസിക് ഫംഗ്ഷൻസ് അവിടെ വരും. കുറച്ച് കാര്യങ്ങൾ അവിടെ വരും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡാറ്റ ഇംപ്യൂട്ടേഷൻ ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ, കോംപ്ലിക്കേഷൻ ആൻഡ് കോമ്പിനേഷൻ, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, ഇതിൽ ഫാക്ടേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് മക്കളെ. മര്യാദയ്ക്ക് പഠിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. റീസണിങ്ങിലെ ഇവിടെ നോൺ വെർബൽ റീസണിങ് ആണ് കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, ഫിഗേഴ്സ്, അനലോഗീസ്, ആൽഫബ ന്യൂമറിക്, നമ്പർ സിസ്റ്റംസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആൻഡ് ലോജിക്കൽ റീസണിങ്, ഇൻപുട്ട്, ബ്ലഡ് റിലേഷൻ ഒക്കെ വരുന്നുണ്ട്. സിലോഗിസം, ടേബിൾസ്, ഡയറക്ഷൻസ്, റാങ്കിങ്, വെൻ ഡയഗ്രാംസ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, കോഡഡ്, ഇനിക്വാലിറ്റീസ്, ഡാറ്റ സെഷൻസ് എല്ലാം അവിടെ വരുന്ന പോയിന്റ്സ് ആണ്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ആപ്ലിക്കേഷൻ, വേർഡ് പ്രോസസിംഗ്, ബേസിക് ഓപ്പണിംഗ് ക്ലോസിംഗ് ഡോക്യുമെന്റ്, ടെക്സ്റ്റ് ക്രിയേഷൻ, ഫോർമാറ്റിംഗ്, MS എക്സൽ ഫയൽ എന്താ സ്പ്രെഡ്ഷീറ്റുകൾ ഉണ്ടാക്കാനും സെല്ലുകൾ എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്ന് ഫോർമുലാസും, അതേപോലെ തന്നെ ഈ ഇതൊക്കെ. പിന്നെ ഇമെയിൽ ബേസിക്സ് ആണ്. ഒരു ഇമെയിൽ അയക്കാനും റിസീവ് ചെയ്യാനൊക്കെ. ഇതൊന്നും വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയാണ്. പിന്നെ ബ്ലോഗ്സ്, സെർച്ച് എഞ്ചിനും ക്രിയേഷനും കാര്യങ്ങളൊക്കെയാണ്. ഡിക്ലറേഷൻ ഓഫ് CB റിസൾട്ട് എന്ന് പറയുന്നത് SSC വിൽ ഡിക്ലെയർ ദ CB റിസൾട്ട്സ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. കാൻഡിഡേറ്റ് സെലക്ടഡ് ഫോർ ഫിസിക്കൽ ഇൻ ദ 10th ടൈം നമ്പർ ഓഫ് വേക്കൻസീസ്. അതായത് എത്രയാണോ എക്സാമിന് ഫിസിക്കലിന് പാസ്സാവേണ്ട ഇത് റിസൾട്ട് വരുന്നത്, അതിന്റെ 20 മടങ്ങ് ആൾക്കാരെ എക്സാമിന് പാസ്സാക്കുന്നതാണ്. 20 മടങ്ങ് ആൾക്കാരെ എവിടെ പാസ്സാക്കും? 20 ടൈംസ് ആൾക്കാർ എന്ത് ചെയ്യും? എക്സാം റിട്ടേണിൽ പാസ്സാക്കും. സോ റിട്ടേണിൽ അത്യാവശ്യം നല്ല സ്കോർ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഫിസിക്കലിൽ പോകാൻ പറ്റുമെന്ന് ചുരുക്കം. If many candidates score that cut-off marks, all of them will be declared called for PMT. അതായത് അതിൽ കൂടുതൽ ആരാണോ കട്ട് ഓഫ് പറഞ്ഞിരിക്കും, ഇപ്പൊ 100ൽ 60 കട്ട് ഓഫ് പറഞ്ഞത്, 60 കഴിഞ്ഞ് എല്ലാവരെയും എന്തിനു വിളിക്കും? നമ്മളെ ഫിസിക്കലിനെ വിളിക്കും കേട്ടോ. ഇനി മിനിമം ക്വാളിഫയിങ് മാർക്ക് ഇൻ CB എന്ന് പറയുന്നത് ജനറൽ EWSന് 40%. ആലോചിച്ചോക്കടാ, 100ൽ 40 പക്ഷെ നമ്മൾ പറയുന്നത് 80. 100ൽ 80 കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാം, ഫിസിക്കലും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ. ഇനി ഫിസിക്കൽ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. SC ST OBCക്ക് 35%, എക്സ് സർവീസിന് 30%. ഓക്കെ, ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 1600 മീറ്ററിന്റെ ഓട്ടം 6 മിനിറ്റിൽ ഉണ്ടാവും. ലോങ് ജമ്പ് 14 ഫീറ്റിന് ഉണ്ടാവും. ഹൈ ജമ്പ് 3-9 ലെവലിൽ ഉണ്ടാവും. ഓക്കെ, ഇനി എബോ 30 വയസ്സിനുള്ളിലുള്ള ആൾക്കാർക്കാണ്. ഇനി എബോ 30 to 40 ഇയേഴ്സ് കൊണ്ട് 1600 മീറ്റർ 7 മിനിറ്റ് കൊണ്ടായിരിക്കും. 30 ഫീറ്റിന് ലോങ് ജമ്പ്,
3.6 ഹൈ ജമ്പ്. ഇനി എബവ് 40 ഇയേഴ്സ് ആണെങ്കിൽ 8 മിനിറ്റിന്റെ റേസ് 1600 മീറ്റർ, 12 ഫീറ്റിന്റെ ലോങ് ജമ്പ്, ഹൈ ജമ്പ് 3x3 ഹൈ ജമ്പ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ആദ്യം ഓടി ജയിച്ച ആൾക്കാർക്ക് മാത്രമേ ഹൈ ജമ്പിലേക്ക് സ്ഥിരം നടക്കുന്നതാണ് ഹൈ ജമ്പിലേക്ക് ലോങ് ജമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ആദ്യത്തേൽ പൊട്ടിയ ലോങ് ജമ്പ് ഇതിനും 3 അറ്റംപ്റ്റ് കിട്ടും, ഹൈ ജമ്പിനും 3 അപ്പീൽ ഇത് കിട്ടും കേട്ടോ. ഇനി പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 1600 മീറ്ററിന് 8 മിനിറ്റ് കിട്ടും, അപ് ടു 30 ഇയേഴ്സ്. ഞാൻ ബാക്കി ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ 40 ഒക്കെ ഉണ്ട്, പക്ഷേ മാക്സിമം 30 ഇയേഴ്സുള്ള കുട്ടികളൊക്കെ മാക്സിമം ഇതിൽ ശ്രമിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ലോങ് ജമ്പ് 10 ഫീറ്റ് ആയിരിക്കും, ഹൈ ജമ്പ് 3 ആയിരിക്കും കേട്ടോ, 3x3 ആയിരിക്കും. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ഫീമെയിൽ കാൻസർ, പ്രഗ്നൻസി അതേപോലെ മെറ്റേണിറ്റി ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് വുമൺ ഓർ ദോസ് ഹു റീസെന്റ് ഡെലിവേർഡ് മിസ്കാരിഡ് മേ ബി എക്സ്പെക്ടഡ് ഫ്രം PET ടെമ്പററി ആണ്, തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി തരും, പക്ഷെ പിന്നെയും കിട്ടും. ഓക്കെ, ദ റിസൾട്ട് വിൽ ബി കെപ്റ്റ് ഓൺ സീൽഡ് കവർ, വേക്കൻസീസ് റിസർവ്ഡ്, കൺഫൈൻമെന്റ് പീരിയഡ് ബിഫോർ റീ എക്സാം, ആഫ്റ്റർ ഡെലിവറി 6 months, അതേപോലെ തന്നെ ആഫ്റ്റർ മിസ്കാരേജ് 45 days. ഇതിന് ശേഷം പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ്. പ്രഗ്നൻസോ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ കുട്ടികൾക്കോ അല്ലെങ്കിൽ എന്താണ് മിസ്കാരിഡ് ആയ കുട്ടികൾക്കോ കേട്ടോ. മെയിൽ ക്യാൻസറിന് ഹൈറ്റ് വേണം, 170 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. റിലാക്സബിൾ ബൈ 5 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഹിൽ ഏരിയ റെസിഡൻസിനൊക്കെ കുറച്ച് കുറയും. ചെസ്റ്റ് 81-85, അതായത് 5 സെന്റിമീറ്റർ, 80-85 കേട്ടോ. അതേപോലെ തന്നെ റിലാക്സബിൾ ബൈ 5 സെന്റിമീറ്റർ ഓഫ് സെയിം കാറ്റഗറീസ് എസ് എബോ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 157, റിലാക്സബിൾ ഓഫ് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അത്രയാണ് കാര്യമായിട്ട് വരുന്നത്. ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റ് ഓൺലി ഇത് കഴിഞ്ഞ ആൾക്കാർക്ക്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 3 സെന്ററിലായിട്ട് ഡൽഹിയിൽ നടക്കും. ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കോഴിക്കോട്, എറണാകുളത്തും തിരുവനന്തപുരത്തും വെച്ച് നടക്കും. ഐഡന്റിഫൈ വെരിഫൈഡ് വിത്ത് അഡ്മിറ്റ് കാർഡ്, അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോയാൽ മതി. അഡ്മിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് കളർ പ്രിന്റ്, ഞാൻ പറയും ലേസർ പ്രിന്റ് എടുത്ത് വെക്കാൻ പറയും. അതേപോലെ ചെസ്റ്റ് നമ്പർ അലോട്ടഡ്, RFID ടാഗ്സ് ആർ യൂസ്ഡ് ഇൻ റേസിൽ കാലിൽ RFID ടാഗ്സ് ഉണ്ടാവും കേട്ടോ. ഡിജിറ്റൽ എക്യുപ്മെന്റ് ഫോർ ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെന്റ്, ഒരു മാനിപ്പുലേഷൻ ആയിട്ടുള്ള ഡിജിറ്റൽ എക്യുപ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് 1 സെന്റിമീറ്റർ ആണെങ്കിൽ പോലും പുറത്താക്കും. നമ്മുടെ ഒരു സാറ്, നമ്മൾ റീസണിങ് എടുക്കുന്ന ഒരു സാറ് വരുന്നതിന് മുമ്പ്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, 1 സെന്റിമീറ്റർ ആണ് പോയത്. 165-66 ലെവലിൽ 1 സെന്റിമീറ്റർ ആണ് മൂപ്പർക്ക് പോയത്. ഇനി കാൻഡിഡേറ്റ്സ് മേ ഗെറ്റ് 5 വർക്കിംഗ് ഡേയ്സ് ടു പ്രൊഡ്യൂസ് മിസ്സിംഗ് ഡോക്യുമെന്റ്സ്. ഈ എന്തെങ്കിലും കാരണം കൊണ്ട് ഡോക്യുമെന്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സ് കിട്ടും. പക്ഷെ നമുക്ക് കാര്യമില്ല, നമുക്കിപ്പോൾ ഡൽഹിയിലൊക്കെയാണ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആണെങ്കിൽ ഇവിടെ വന്ന് അങ്ങോട്ട് എത്തി ഇതൊക്കെ റെഡിയാക്കാൻ തന്നെ നല്ല ഡേറ്റ് വേണം. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ഇതിൽ പോകുമ്പോഴേ പ്രോപ്പർ ഡോക്യുമെന്റ്സ് കൊണ്ട് വേണം നമ്മളെല്ലാത്തിനും പോകാൻ വേണ്ടിയിട്ട്, മെയിൻലി ഫിസിക്കലിന് പോകുമ്പോൾ കേട്ടോ. ഓക്കെ, ഇനി ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ട്രേഡിനായിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടക്ടഡ് ഇൻ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ഡിക്റ്റേഷൻ ഇൻ ക്വാളിഫൈഡ് 50% ഓഫ് മിസ്റ്റേക്സ് ആണ്, കുറവായിരിക്കണം, 50 കുറവായിരിക്കണം. അതേപോലെ തന്നെ റീഡിംഗ് ടെസ്റ്റ് ഉണ്ടാവും. കാൻഡിഡേറ്റ് മസ്റ്റ് റീഡ് പാസേജ് ഇൻ ബോത്ത് ലാംഗ്വേജ്, വീഡിയോഗ്രാഫ്ഡ്. അപ്പീൽ ഇസ് പോസിബിൾ ഡിസൈഡ് ബൈ അപ്പീൽ ഇത്. അതേപോലെ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ക്വാളിഫയിങ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് പോയാൽ മതി. ഇനി പ്രിപ്പറേഷൻ ഓഫ് റിസൾട്ട്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് റിസൾട്ടിന്റെ കൂടെ ആയിരിക്കും ഇത് വരുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കും ഫിസിക്കൽ ഇതിന് മാർക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ ബേസിന് ഒരു 80 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയൊക്കെ ഫേസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റാങ്കിൽ ഉണ്ടാവും, ഉറപ്പാണ്. 80 എബോവ് നമ്മൾ വാങ്ങാൻ ശ്രമിക്കണം. 80 എബോവ് വാങ്ങാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും, CBEന്റെ സ്കോർ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് വരാൻ പോണത്, ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോണതാ. ഫിസിക്കലിന്റെയും ബാക്കിയുള്ളതിന്റെ ഒന്നും കൂട്ടത്തില്ല, ഇതിനെ മാത്രം വെച്ചിട്ടായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്തത് പ്രൊവിഷണൽ സെലക്ഷൻ ആണ്. പോലീസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ഉണ്ടാവും. മെഡിക്കൽ ഫിറ്റ്നസ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. റിസർവ് പാനൽ എന്ന് പറഞ്ഞാൽ 50% ഓഫ് എക്സ്ട്രാ കാൻഡിഡേറ്റ്സ് കാറ്റഗറി വൈസ്. പിന്നെ അഡീഷണൽ ലിസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റസ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദ ഡൽഹി പോലീസ് വെബ്സൈറ്റ് വിത്തിൻ നെയിം, ഫാദേഴ്സ് നെയിം. ഈ ഒരു ലെവലിൽ ആ ഡൽഹി പോലീസിന്റെ വെബ്സൈറ്റിൽ കാണാം. അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും ആരും പറഞ്ഞിരാത്താണ്. ആദ്യം കോൾ ലെറ്റർ വരും, ഇഷ്യൂഡ് വെരിഫിക്കേഷനും മെഡിക്കൽ ക്ലിയറൻസ് അല്ലെങ്കിൽ കോൾ ലെറ്റർ വരും. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും. ഇഷ്യൂഡ് ഓൺലി ടു സബ്മിറ്റ് ഒറിജിനൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഓഫർ ലെറ്റർ വരും. അതേപോലെ തന്നെ എഗ്രിമെന്റ് ഫോം ആൻഡ് ബോണ്ട് സൈൻഡ് ടു ബി സബ്മിറ്റഡ് ആഫ്റ്റർ ജോയിനിങ് ട്രെയിനിങ്. പിന്നെ സ്പെഷ്യൽ കേസസിൽ കാൻഡിഡേറ്റ്സ് വിത്ത് ക്രിമിനൽ കേസസ് കൺസിഡർ ലോ ആൻഡ് സ്റ്റാൻഡിംഗ് ഓർഡർ രജിസ്റ്റേർഡ് ഓർ പെൻഡിങ് ട്രയൽ. ഓക്കെ, പിന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് വിത്ത് ഡിസിപ്ലിനറി എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലാണ്
അപ്പോൾ ഷോർട്ടായിട്ട് പറയാം, CBT പ്ലസ് ബോണസ് മാർക്ക് ആയിരിക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ സെലക്ഷൻ പ്രൊവിഷണൽ അണ്ടിൽ മെഡിക്കൽ വെരിഫിക്കേഷൻ ആൻഡ് ബോണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു 80 മാർക്ക് എവിടെ സ്കോർ ചെയ്യണം, CBTയിൽ സ്കോർ ചെയ്യണം. അത് ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്. ഇനി എക്സാമിനേഷൻ, അഡ്മിഷൻ ടു ദ എക്സാമിനേഷൻ ആണ്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് റോൾ നമ്പർ കിട്ടും, അതായത് നമ്മുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, അത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് കിട്ടും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഹൂ ക്വാളിഫൈസ് CBE വിൽ ഗെറ്റ് അഡ്മിറ്റ് കാർഡ്. സോ പ്രൊവിഷണൽ അക്സെപ്റ്റൻസ് അപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് CBE സ്റ്റേജ് SSC വിൽ നോട്ട് വെരിഫൈ എലിജിബിലിറ്റി ഇൻ ഡീറ്റെയിൽ ബിഫോർ ദ എക്സാം. നിങ്ങളുടെ SSC എക്സാമിനേഷൻ എന്ത് ചെയ്യില്ല, എന്തെങ്കിലും തെറ്റുകൾ അതേപോലെ വെരിഫിക്കേഷനും എക്സാമിന് മുമ്പ് ചെക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് ആഫ്റ്റർ ആയിരിക്കും. ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം. അപ്പോൾ എന്തെങ്കിലും മാറ്റം പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്ത് വിടും. ഓക്കെ, അപ്പോൾ ആദ്യം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, എക്സാം സിറ്റി ഡീറ്റെയിൽസ് 10 ദിവസം മുമ്പ് വരും. അതേപോലെ തന്നെ 1 വീക്ക് മുമ്പ് എന്ത് ചെയ്യും, SSCൻ്റെ ഒറിജിനൽ വിത്ത് പ്രൂഫ് ആപ്ലിക്കേഷൻ വരും. അങ്ങനെ മൊത്തം കാര്യങ്ങൾ അവിടെ വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. എക്സാം ഡേ റിക്വയർമെന്റ്സിൽ പ്രിന്റഡ് അഡ്മിറ്റ് കാർഡ് വേണം, 2 റീസെന്റ് സൈസ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വേണം. അന്ന് ഇനി വേറെ വീഡിയോ ചെയ്യാൻ വയ്യ, ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ട് തരും എക്സാം വരുന്ന സമയത്ത്. അതാണ് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നത്. വാലിഡ് ഫോട്ടോ, ID വിത്ത് ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളിത് മുഴുവൻ പറയുന്നത് ഇപ്പൊ തന്നെ പറയുന്നത് എന്തിനാണെന്ന് അറിയോ, ഇതിനെ പറ്റി വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടാവണം. പിന്നെ അക്സെപ്റ്റബിൾ ID പ്രൂഫ് എന്ന് പറയുന്നത് വോട്ടർ ID ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും, പാൻ കാർഡ് ഉണ്ടാവും, പാസ്പോർട്ട് ഉണ്ടാവും, സ്കൂൾ ഓർ കോളേജ് യൂണിവേഴ്സിറ്റി ID ഉണ്ടാവും, എംപ്ലോയർ ID ഉണ്ടെങ്കിൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ പോവുക. DOB നിങ്ങൾ മാക്സിമം IDയിൽ DOB പ്രിന്റ് ചെയ്ത IDകൾ കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾ ഫോട്ടോഗ്രാഫ്, ആധാർ കാർഡ് ഒതന്റിഫിക്കേഷൻ മാക്സിമം ചെയ്യണം. ഓക്കെ, പിന്നെ 2 മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ സെൻട്രലിൽ റിപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എല്ലാ എക്സാമിനും പറയുന്ന കാര്യമാണ്. പിന്നെ ക്ലിയർ ആൻഡ് റീസെന്റ് ഫുൾ ഫോട്ടോഗ്രാഫാണ്, അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഫോട്ടോന്റെ ഞാൻ ഇമേജ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ അവിടെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഡൽഹി പോലീസിന്റെ മസ്റ്റ് അപ്പിയർ. ഇതിപ്പോൾ പറയേണ്ട ആവശ്യമാണ്, എന്നാലും നോക്കാം. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയണത് നോക്കിക്കോളൂ. കാൻഡിഡേറ്റ് ഷുഡ് ബ്രിങ് ഒറിജിനൽ ഫോട്ടോഗ്രാഫ്സ് ഓഫ് മെട്രിക്കുലേഷൻ ഓർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, +2 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹിൽ ഏരിയ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് വേണ്ട. പിന്നെ ഏജ് റിലാക്സേഷൻ ഓഫ് പ്രൂഫ് ക്ലെയിമിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ, സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, NOC NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന് അത്, അങ്ങനെ മൊത്തം കാര്യങ്ങളും കൊണ്ടുപോകാം കേട്ടോ. ഇനി എന്തെങ്കിലും പെൺകുട്ടികൾക്ക് ചേഞ്ച് ഓഫ് നെയിം ഇൻ വുമൺ കാൻഡിഡേറ്റ്സ്, കല്യാണത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ മെട്രിക്കുലേഷനിൽ പേരുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കൊണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഉള്ള ആൾക്കാർക്ക് ഹസ്ബൻഡിന് പാസ്പോർട്ട് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പേഴ്സണലി ചോദിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ വായിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാക്സിമം പെൺപിള്ളേർ കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ പേരൊന്നും ബാക്കിലിടായിരിക്കും, ഒക്കെ നല്ല ചടങ്ങാണ് കേട്ടോ. ഏതെങ്കിലും ഒരു IDയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ മിസ്മാച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രൊസീജിയർ ഫോർ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രൊസീജിയർ ഫോർ ഫില്ലിംഗ് ഓൺലൈൻ, ഇത് ആദ്യം നമുക്കൊരു OTR ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, ഓൺലൈൻ ഫോം പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രോപ്പറായിട്ട് വായിക്കണം. ഫോട്ടോയും സിഗ്നേച്ചറും എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ID പ്രൂഫ് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ട് ഉള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID അതേപോലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിൽ ID വേണം കേട്ടോ. ഇവിടെ പല ആൾക്കാർക്ക് ഓരോന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, ഇതിന്റെ പാസ്വേഡ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടാവണം. ആധാർ നമ്പർ മൊബൈൽ നമ്പറുമായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ആയിട്ടുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ്, മെട്രിക്കുലേഷൻ 10ന്റെ മെട്രിക്കുലേഷൻ്റെ ഒറിജിനൽ ഉണ്ടാവണം. ആൻഡ് ഈ ഇയർ എല്ലാം വരുന്നത്. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതോടെ കയറിയിട്ട് കാര്യങ്ങളെല്ലാം വലിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അഡീഷണൽ ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ കൊടുക്കുക, ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, DOB, അച്ഛൻ്റെ നെയിം, അമ്മയുടെ പേര്, കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവസാനം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് പോകുന്നതിന് മുമ്പ് എക്സാം റിവ്യൂ ചെയ്തതിന് ശേഷം, മൊത്തം വായിച്ച് റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് SSCയുടെ ഒരു വെബ്സൈറ്റ് ആണ്, വെബ്സൈറ്റിൽ കാണാൻ പറ്റും. നമുക്ക് SSC നമ്മളെ ആപ്പ് എടുത്താൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ലോഗിനോ രജിസ്റ്റർ തന്നെ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ യൂസർ നെയിമോ രജിസ്റ്റർ നമ്പർ അടിക്കുക. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ വരും. രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ ജെൻഡർ ഉണ്ടാവും, അങ്ങനെ മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് മൊത്തം അവിടെ ആഡ് ചെയ്യുക. മൊത്തം വ്യക്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കണം. അങ്ങനെ മൊത്തം വ്യക്തമായിട്ട് വായിച്ചു കൊടുത്തിട്ട് മാത്രം പേഴ്സണൽ ഡീറ്റെയിൽസ് മൊത്തം അവിടെ കൊടുക്കുക കേട്ടോ. അങ്ങനെ മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഈ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കിട്ടും. ഈ രജിസ്റ്റർ നമ്പർ വെച്ച് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവും പാസ്വേഡ് മസ്റ്റ് മിനിമം 8 characters പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മുഴുവൻ കൊടുക്കുക. അതിനുശേഷം അഡീഷണൽ ഡീറ്റെയിൽസ് പിന്നെയും ചോദിക്കും, കാസ്റ്റ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഡിക്ലറേഷൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. കൊടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവിടെ ഡിക്ലെയർ കൊടുക്കുക. അതിനുശേഷം ക്ലിയർ ലൈവ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് ക്ലിയർ ആയിട്ടുള്ള, അതിനുശേഷം നിങ്ങൾക്ക് നേരെ അപ്ലൈ ചെയ്യാനുള്ളത് എത്തും. അവിടെ നമ്മൾ OTR ആണ് സെറ്റ് ചെയ്ത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ലൈവ് ഫോട്ടോഗ്രാഫ് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് വലിയ പണിയൊന്നുമില്ല, ഈ പറഞ്ഞ പ്രോസസ്സുകളിലൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ ഓൾറെഡി നമ്മളവിടെ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് ഓഫ് +2 NTPC ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ആധാർ ഓർ വാലിഡ് ID പ്രൂഫ് കൊടുക്കുക. ഓക്കെ, പേയ്മെന്റ് മെത്തേഡ് കൊടുക്കുക. ഫോട്ടോഗ്രാഫ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റ് ഉണ്ടാവണം, ക്യാമറ ഹൈ ലെവലിൽ കറക്റ്റ് നേരെ വെച്ചിട്ട് എടുക്കണം. ക്യാപ്പോ മാസ്കോ ഗ്ലാസസോ ഇയർഫോൺ ഒന്നും വെക്കരുത്. ഓക്കെ, ഓൾഡ് ഫോട്ടോഗ്രാഫ് ഒരിക്കലും ഇതാക്കരുത്. 3 മാസത്തിനുള്ളിലെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സിഗ്നേച്ചർ നിങ്ങൾ 6 സെന്റിമീറ്റർ × 2 നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് ആ ഡയമെൻഷനിൽ ആഡ് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഇത് സിഗ്നേച്ചറിന്റെ ഇൻഫർമേഷൻസ് ഒക്കെയാണ് നമ്മളവിടെ പറഞ്ഞു. ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സും അവിടെ പറഞ്ഞിരിക്കുന്ന അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ പ്രിവ്യൂ അപ്ലിക്കേഷൻസ് BM. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത്. ഇവിടെയാണ് ഇതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് കയറ്റിക്കോളൂ കേട്ടോ. പിന്നെ സിഗ്നേച്ചർ ഇടുന്ന സമയത്ത് ഈ മിസ്റ്റേക്സ് ഒക്കെ എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. ഇങ്ങനെ കുറേ പൊട്ടത്തരങ്ങൾ വരുത്തും. അങ്ങനെയൊന്നും വരുത്തരുത്. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെ വേണം. ഇതിൽ ഫുള്ള് ഈ ഒരു സെന്റിമീറ്ററിന് തരുന്നതിൽ ഫുള്ളായിട്ട് നിങ്ങൾ ഒപ്പ് വേണം കേട്ടോ. 6 സെന്റിമീറ്റർ ഒരു ബോക്സ് വരച്ച് അതിൽ ഒപ്പിടുക. മാക്സിമം 6ഉം 2ഉം വരുന്നത് കേട്ടോ. അതേപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ മൂലയിൽ കൊണ്ടുപോയിട്ടൊന്നും അപ്ലോഡ് ചെയ്യരുത്. കറക്റ്റ് ഫോട്ടോ ഉള്ളത് ആ സൈസിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യും. ക്യാപ്പ് റിജക്ട് ചെയ്യും, നിങ്ങളെ ഫോട്ടോ റിജക്ട് ചെയ്യും. ഇതൊക്കെ ഈ റീസൺസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെ എടുക്കണം. ഇതാരാണോ SSCയുടെ സൈറ്റിലുള്ളതാണ്. ഇങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല, താഴെ നിന്നിട്ട് എടുക്കരുത്. അതേപോലെ നിങ്ങൾ ഫാഷൻ ഷോ അല്ല, സൈഡ് കാണിച്ചെടുക്കാൻ നിൽക്കണ്ട. സെൽഫ് ഡാർക്ക് സ്ഥലത്ത് പോയിട്ട് എടുക്കരുത്, ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡൽഹി പോലീസിന്റെ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു 7000+ വേക്കൻസി ആണ് അല്ലേ, 7000+ വേക്കൻസി ആണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇനി പഠിച്ചാൽ മതി. ഇനി അങ്ങോട്ടേക്ക് ഇതിനെ അപ്ലൈ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം, നാളെ തൊട്ട് പഠനം തുടങ്ങാം. ഓക്കെ, 1ാം തീയതി തൊട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. SSGD അതേപോലെ ഡൽഹി പോലീസിൻ്റെ എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി SSCയുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതും കയറി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത് വരാൻ പോണത്. ഡൽഹി പോലീസിന് ഡ്രൈവർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, അതേപോലെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ 2 വീഡിയോ വരാണ്ട്. NTPC RRB NTPC വിളിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു വീഡിയോ വരാണ്ട്. അങ്ങനെ കുറേ വീഡിയോസും. ഗ്രൂപ്പ് ഡിയുടെ എക്സാം അടുത്ത മാസം വരെയാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങൾക്ക് MTSന്റെ ഒരു ഫ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാറ്റിക് GK ഉണ്ടാവും, അത് ഞാനായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റീസണിങ്ങിന്റെ അപ്ലൈ സാറിന്റെ ഒരു കംപ്ലീറ്റ് 1 മണിക്കൂറിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.